കൊച്ചു കുട്ടികളുടെ അമ്മമാർക്കുള്ള പ്രധാനമായിട്ടുള്ള ഒരു കൺസേൺ പാല് കൊടുക്കുന്നത്. അതായത് മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞ് മറ്റ് ഭക്ഷണം കൊടുക്കുമ്പം പശുവിൻ പാലോ മറ്റെന്തെങ്കിലും കൊടുക്കുമ്പോൾ എപ്പോൾ കൊടുക്കാം, എന്ത് കൊടുക്കണം, എന്തുമാത്രം അളവിൽ കൊടുക്കണം എന്നൊക്കെ ഒരുപാട് സംശയം. ഓരോരുത്തരും ഓരോ രീതിയിൽ പറയും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ട് പശുവിൻ പാൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും അതിനുശേഷം വീനിങ്, മറ്റുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുക. 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അഡൽട്ട് പ്രായമുള്ള ആൾക്കാർ കഴിക്കുന്ന ആ രീതിയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു 1 ഇയറെങ്കിലും കഴിഞ്ഞിട്ട് പശുവിൻ പാൽ കൊടുക്കുന്നതാണ് നല്ലത്. അത് നേർപ്പിച്ചൊന്നും കൊടുക്കേണ്ട, സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പശുവിൻ പാൽ കൊടുക്കാവുന്നതാണ്. പിന്നെ അളവിനെ ചോദിച്ചാൽ അപ് ടു 600 ml, ഒരു ദിവസം 600 മില്ലി വരെയൊക്കെ വേണമെങ്കിലും പശുവിൻ പാൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിപ്പം പാക്കറ്റിൽ വരുന്ന പാല് അത് പൊടി കലക്കിയതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അല്ലാത്ത പാല് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടതാണ് നേരിട്ട് പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് കുടിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. പാസ്ചറൈസ് ചെയ്ത മിൽക്കാണ് പാക്കറ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് അതിനകത്തിൽ രോഗാണുക്കളുടെ അളവ് വളരെ കുറവായിരിക്കും. അത് തിളപ്പിക്കേണ്ട പോലും ആവശ്യമില്ല, അല്ലാതെ വേണേലും നമുക്ക് കൊടുക്കാം. പശുവിൻ പാല് നമ്മൾ അല്ലാതെ വാങ്ങിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഒരു റോ ആയിട്ടുള്ള മിൽക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക.